നെക്സ്റ്റ് ടോപ്പിക്കാണ് എംപ്ലോയി പ്രൈവസി. എംപ്ലോയി പ്രൈവസി എന്ന് പറയുന്നത് എംപ്ലോയി പ്രൈവസി റെഫേഴ്സ് ടു ആൻ എംപ്ലോയീസ് റൈറ്റ് ടു കീപ് ദെയർ പേഴ്സണൽ ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് പ്രൈവറ്റ് അറ്റ് ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ അവരുടെ എല്ലാ ഡീറ്റെയിൽസും പേഴ്സണലായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് എംപ്ലോയി പ്രൈവസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എംപ്ലോയിയുടെ ഒരു റൈറ്റ് തന്നെയാണ്. ഇറ്റ് ഇൻവോൾവ് മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി റിഗാർഡിംഗ് എംപ്ലോയി ഡേറ്റ സച്ച് ആസ് പേഴ്സണൽ ഡീറ്റെയിൽസ്, മെഡിക്കൽ റെക്കോർഡ്സ്, സാലറി ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എംപ്ലോയി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ്, മെഡിക്കൽ റെക്കോർഡ്സ്, അവരുടെ സാലറി, അതേപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നമ്മൾ കോൺഫിഡൻഷ്യലായിട്ട് വെക്കണം. ഇതൊന്നും പുറത്ത് പോകാൻ പാടില്ല. ഓക്കെ, ഓർഗനൈസേഷന് പുറത്തേക്ക് പോകാൻ പാടില്ല. കീ ആസ്പെക്ട്സ് ഓഫ് എംപ്ലോയി പ്രൈവസി. എംപ്ലോയി പ്രൈവസിയായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ: പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ഡേറ്റ, എംപ്ലോയിയുടെ അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ, പാൻ, അങ്ങനത്തെ കാര്യങ്ങൾ. പ്രൈവസി ഇൻ വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷൻ, വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഇമെയിൽ, കോൾസ്, അങ്ങനെ എന്നുള്ളതൊന്നും പുറത്തുവിടാൻ പാടില്ല. പിന്നെ മോണിറ്ററിങ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻ്റർനെറ്റ് യൂസ്. കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ യൂസ് നമ്മൾ ചെക്ക് ചെയ്തോളണം, കാരണം അതുവഴിയൊക്കെ ഡേറ്റ ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ യൂസ് ഓഫ് CCTV ഓർ സർവീലൻസ് അറ്റ് വർക്ക് പ്ലേസ്. നമ്മൾ CCTV യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സർവീലൻസ് സിസ്റ്റം യൂസ് ചെയ്യുക വർക്ക് പ്ലേസിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡേറ്റ സ്റ്റോറേജ് ആൻഡ് ഷെയറിംഗ് പോളിസി. നമ്മുടെ ഡേറ്റ സ്റ്റോറേജും ഷെയറിംഗ് പോളിസിയൊക്കെ എംപ്ലോയീസുമായിട്ട് ഷെയർ ചെയ്യുക, അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ എങ്ങനെയാണ് ഡേറ്റ സ്റ്റോറേജ് ചെയ്യുന്നതെന്നുള്ളത്. അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, IT ആക്ട് 2000 ആൻഡ് എംപ്ലോയി പ്രൈവസി. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എംപ്ലോയി പ്രൈവസിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇന്ത്യയിലെന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഡീലിംഗ് വിത്ത് സൈബർ ക്രൈംസ്. സൈബർ ക്രൈമുമായിട്ട് ഡീൽ ചെയ്യുന്ന ഫസ്റ്റ് ലോയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഫസ്റ്റ് ലോ. അതിനകത്ത് ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡേറ്റ പ്രൊട്ടക്ഷൻ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് എ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇ-കൊമേഴ്സ്. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനും ഇ-കൊമേഴ്സിനും ഒരു ലീഗൽ ഫ്രെയിംവർക്കും കൂടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെറ്റ് ബൗണ്ടറി ഫോർ ഹാൻഡ്ലിങ് പേഴ്സണൽ ഇൻഫർമേഷൻ. അത് കൂടാതെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാം. അപ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും, എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ വരുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് IT ആക്ട് 2000. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഗിവ് ലീഗൽ റെക്കഗ്നീഷൻ ടു ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ, ടു പ്രൊമോട്ട് ഇ-ഗവേണൻസ് ആൻഡ് ഇ-കൊമേഴ്സ്, ടു പ്രിവെൻറ്റ് സൈബർ ക്രൈം ആൻഡ് മിസ്യൂസ് ഓഫ് ടെക്നോളജി, ടു എൻഷുർ ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി, ടു റെഗുലേറ്റ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസാക്ഷൻ, ടു ഫെസിലിറ്റേറ്റ് സെക്യൂർ ഓൺലൈൻ ബിസിനസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, ടു എസ്റ്റാബ്ലിഷ് എ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ സൈബർ കോൺട്രാക്ട് ആൻഡ് ഒഫൻസസ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പറയുന്നത് ലീഗൽ റെക്കഗ്നീഷൻ. നമ്മൾ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇതിനൊക്കെ വാലിഡിറ്റി കൊടുക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ്. പിന്നെ ഗവേണൻസ് ആൻഡ് ഇ-കൊമേഴ്സ്, ഗവൺമെൻറ് നമുക്ക് ഇലക്ട്രോണിക്കലി ഒരുപാട് സംഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവേണൻസ് അതിൽ കൂടെ പറ്റും. പിന്നെ ഇ-കൊമേഴ്സ്, അതുപോലെ ഇ-കൊമേഴ്സ് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഷോപ്പിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം IT ആക്ടിൻ്റെ അണ്ടറിലാണ് ശരിക്കും വരുന്നത്. പിന്നെ സൈബർ ക്രൈംസ് പ്രിവെൻറ്റ് ചെയ്യാൻ, ടെക്നോളജിയുടെ മിസ്യൂസ് അവോയ്ഡ് ചെയ്തൊക്കെ IT ആക്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡേറ്റ പ്രൊട്ടക്ഷന്, ഡേറ്റ പ്രൈവസിക്ക്, പിന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസും ട്രാൻസാക്ഷൻസും ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. അതിന് റെഗുലേറ്റിങ്ങിന് ഒരു ആക്ട് ഇല്ലായിരുന്നു 2000 വരെ. അപ്പോൾ 2000 ആയപ്പോൾ അത് റെഗുലേറ്റ് ചെയ്യാൻ ഒരു ആക്ട് കൊണ്ടുവന്നു. പിന്നെ സെക്യൂർ ആയിട്ടുള്ള ഓൺലൈൻ ബിസിനസ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും IT ആക്ടിനായിട്ടുള്ള വരുന്ന ഓൺലൈൻ ബിസിനസ് ട്രാൻസാക്ഷനൊക്കെ സെക്യൂർ ആയിട്ട് വയ്ക്കും. പിന്നെ ലീഗൽ ഫ്രെയിംവർക്ക്, സൈബർ കോൺട്രാക്റ്റ്, ഒഫൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ നമ്മൾ എന്ത് ചെയ്യും, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞേക്കുന്നത്.